അസ്സലാമലൈക്കും. ബഹുമാനപ്പെട്ട അജ്മീർ ഫക്കീർ അമ്പംകുന്ന് ബീരാൻ ഔലിയ മഹാനവറുകളെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണത്. അള്ളാഹു ഔലിയാക്കന്മാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും നാളെ അവരുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ അള്ളാഹു ഒരു സീറ്റ് നൽകുമാറാവട്ടെ എന്ന ഒരൊറ്റ ദുആയോട് കൂടിയിട്ട് ഈ വീഡിയോ ആരംഭിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എനിക്കും ഫാമിലിക്കും ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിരവധിയാണ് പറയാനുള്ളത്. ഒരുപാട് ആളുകൾക്ക് ഒരു തണലായി മാറിയ ഒരു മഹാനായിരുന്നു. അത് അങ്ങനെ തന്നെയാണല്ലോ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സ്വാന്തനം, ഒരാളുടെ പെടപ്പ്, ഉള്ളിൻ്റെ പെടപ്പ് വേദന എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി സ്വാന്തനം കൊടുത്തിരുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അവർക്ക് ഒരാളുടെ ഹൃദയത്തിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ദുഃഖം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അതിനെ അറിഞ്ഞ് സ്വാന്തനിപ്പിക്കാൻ, ആ തേങ്ങൽ, ആ ദുഃഖത്തിൻ്റെ ഉറവിടത്തിൻ്റെ ആ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള വേദന അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് അവർ ഏറ്റവും വലിയ ഒരു കറാമത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഏറ്റവും വലിയ കറാമത്ത് പറഞ്ഞാൽ സ്നേഹമാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അള്ളാഹു കൊടുത്ത വലിയ പവറാണ്. പക്ഷെ അവരുടെ ഒരു വല്ലാത്തൊരു സിദ്ധി എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്. സ്നേഹം, സ്വാന്തനം. ഒരിക്കൽ ബഹുമാനപ്പെട്ട വീരാനൗലി പാപ്പ അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഒരു കടയുടമ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞു, എന്താ ഇയാൾ ഒരു പന്നിയുടെ ശബ്ദം ഉണ്ടാക്കി പോകണമെന്ന്. മഹാനവറുകൾ കുറച്ച് ദൂരം എത്തിയിരുന്നു. അപ്പോഴേക്കും ബഹുമാനപ്പെട്ടവരങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു, ഇതട വരുന്നു പന്നിയായിരുന്നു അത്രേ. മഹാനവറുകൾ എന്തോ ചൊല്ലി പറഞ്ഞു പോവുമായിരുന്നു. അപ്പോൾ അയാൾ കളിയാക്കി പറഞ്ഞതാണ്, ഇതട വരുന്നു പന്നിയാറത്രേ. അങ്ങനെ ആ പന്നി ആ ഒരു ഷോപ്പിലേക്ക് ഇടിച്ച് കയറി അവിടെയൊക്കെ തരിപ്പണാക്കി എന്നാണ് പറയുന്നത്. എന്താണ് ആ പന്നി വന്നത് എന്നും അറിയില്ല, എങ്ങോട്ടേക്കാണ് പോയതെന്നും അറിയില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ മഹാനവറുകളുടെ പേരിൽ നടത്തുന്ന ഒരുപാട് അന്നദാനങ്ങളുണ്ട്. ഓരോ നാട്ടിലും സന്തോഷപൂർവ്വം ഐക്യത്തോടു കൂടി ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് ഒരുമിച്ച് ആ ഭക്ഷണം ഉണ്ടാക്കാനും ആ ഭക്ഷണം വിളമ്പാനും ഒരുമിച്ച് ഇരുന്ന് കഴിക്കാനും അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും വളരെ ഐക്യത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടി സ്നേഹത്തോടു കൂടി വളരെ ആദരവോട് കൂടിയിട്ട് അവിടെ ഞങ്ങളൊക്കെ നാട്ടിൽ വീരാനൗലി പാപ്പാൻ്റെ നേർച്ച വരുമ്പോഴേക്കും ഇതര മതത്തിലുള്ള ആളുകളുടെ ഒരു സന്തോഷം കാണണം. പാപ്പാനോടുള്ള സ്നേഹം എത്രയാണെന്നുള്ളത് അവർക്ക് പറഞ്ഞറിയിക്കാൻ അതിൽ എത്രയോ മടങ്ങ് സ്നേഹമാണ് അവർക്ക്. ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ടുള്ളൊരു ഐക്യം, അവിടെയുള്ള നമ്മുടെ ഒരു ഐക്യം കാണാൻ, സ്നേഹം കാണാനൊക്കെ, അതൊക്കെ എനിക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിനൊക്കെ അതാണ് വേണ്ടത്. അതാണ് സ്നേഹം. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ഏറ്റവും വലിയ സിദ്ധി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, വാത്സല്യമാണ്. അടിത്തട്ടിനുള്ളിലുള്ള വേദനകൾ എവിടെയാണെങ്കിലും അവരത് ശാന്തമാക്കി അടക്കിത്തരും. അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു വലിയ സാന്ത്വനം കൂടിയാണ്. അള്ളാഹുവിൽ നിന്ന് ഔലിയാക്കളിലേക്ക് ഇറങ്ങി നമ്മളിലേക്ക് ആ പ്രകാശങ്ങൾ പകർത്തുകയാണ് അള്ളാഹു നല്ല ആ വേദന മാറ്റി തരികയാണ് റബ്ബ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ പേരിലൊക്കെ നമ്മൾ ഫാത്തിഹ ഓതുക, യാസീൻ ഓതുക, സകല മാറ്റുമാറുന്ന ഷിഹർ, കണ്ണീർ നിൽക്കുന്ന ഒരുപാട് ശമനമാണ്. അള്ളാഹു അത് തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീരാനൗലി പാപ്പാൻ്റെയൊക്കെ പേരിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഡെയിലി യാസീൻ ഓതുക. നമ്മളെവിടെയും പരാജയപ്പെടില്ല. അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക.